അത് പറയാൻ വേണ്ടിയാണ് സാറ് വന്നേ. സാറത് പറയാനാണ് വന്നേ. എത്ര വിഷമിച്ച് വൺകോട്ടിൽ വെള്ളം എന്താ വാട്ടർ ആദ്യം വാട്ടർ ഇടാവും. രാവിലെ 2 ചപ്പാത്തി 9 o'clock ദുബായ് എയർപോർട്ട് 2 ചപ്പാത്തി. We want to go there now. Only. We are ready to go now. No other need of food. No other service. We leave. Just arrange vehicle from taxi from okay. Just go to SpiceJet. Just you have to refund from there. That's it. That's all a simple solution. That's all. Simple solution. Arrange a taxi from because someone should take the responsibility, right? അതെ, ഡേറ്റ് ഇന്ന് 15th August. ഇന്ന് സ്വാതന്ത്ര്യദിനമാണ്. ഞങ്ങളെല്ലാം ഒരേ ഫ്ലൈറ്റിൽ വരേണ്ട ആൾക്കാരാണ്. നമ്മുടെ ഫ്ലൈറ്റ് ഇന്ന് 12:10 ടൈം കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് 9 o'clock എയർപോർട്ടിൽ വന്നപ്പോൾ ഫ്ലൈറ്റിന്റെ ടൈം ചേഞ്ച് ആയി. പിന്നെ അവർ പറഞ്ഞത് 10 o'clock ഓപ്പൺ ചെയ്യുള്ളൂ ഗേറ്റ്. നമ്മളവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും 1:35 പിന്നെ ഷെഡ്യൂൾ മാറി. പിന്നെ അതിനുശേഷം 2:05 ആയി. ഓക്കെ, അതെല്ലാം സഹിച്ച് നമ്മളിരുന്നു. കാരണം വെച്ചാൽ ഫാമിലി ഉണ്ട്, കൊച്ചു പിള്ളേർ എല്ലാം ഉണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. പുള്ളി ഹാർട്ട് പേഷ്യന്റും കൂടിയാണ്. ഞാൻ ഓൾസോ ഹാർട്ട് പേഷ്യന്റ്. എൻ്റെ ഓൾറെഡി ഓപ്പൺ സർജറിയാണ്. ഇതെല്ലാം നമ്മളിവിടെ ഫുഡ് കിട്ടിയിട്ടില്ല. നമ്മളവിടെ നിന്ന് വണ്ടി കയറി ഇവിടെ 6:25 ലാൻഡിങ് കൊച്ചിയായിരുന്നു. അവിടെ വന്നപ്പോൾ അവിടെ റെയിനും കാലാവസ്ഥയുടെ മോശം കാരണം നമുക്ക് അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല. വണ്ടി അവിടെ നിന്ന് എടുത്തു, നേരെ 2 റൗണ്ട് അടിച്ചു. അതിനുശേഷം നേരെ കോയമ്പത്തൂർ ഇവിടെ കൊണ്ടുപോയി ഇറക്കി. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സീറ്റ് ബെൽറ്റ് ആരും അയക്കണ്ട, വണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരെ വണ്ടി വരുന്നു, ലഗേജ് വണ്ടി വരുന്നു, ബസ് വരുന്നു, ഈ ലഗേജ് ഇറക്കുന്നു. അപ്പോഴും ഇവര് നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഈ ലഗേജ് ഇറക്കുമ്പോഴും. ഇതെല്ലാം കഴിഞ്ഞ് ഫൈനല് ആ ലഗേജ് വണ്ടി പോകാൻ നേരത്താണ് ഇവർ വിളിച്ചു പറയണേ, വണ്ടി ഇവിടെയും വരെ ഉള്ളൂ. ഇവിടുന്ന് നിങ്ങളുടെ എയർപോർട്ടിലെ, അതായത് കോയമ്പത്തൂർ എയർപോർട്ടിലെ സ്റ്റാഫ് ഇവിടുന്ന് വണ്ടി അറേഞ്ച് ചെയ്ത് തരും എന്ന് ക്യാപ്റ്റൻ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് ഇറങ്ങി എയർപോർട്ടിലെത്തി. ഇവിടെ വന്ന ശേഷം ഇവര് കൈമലത്തി. ഇവര് എഴുതുന്നുണ്ട് എല്ലാവരെയും പേര്, മറ്റേ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽ, കാര്യങ്ങൾ, മൊബൈൽ നമ്പർ എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചത് എന്തിനാണ്, നിങ്ങൾക്ക് വണ്ടി ഇവിടുന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട് പോലും. ഇത് കഴിഞ്ഞ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും അവരോട് ചെന്നു. അപ്പോൾ അവർ നിങ്ങളുടെ വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ആരാണ് നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്? അപ്പോൾ ഇവിടുത്തെ അതോറിറ്റിയിലെ ആകാൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അവരെ കാണിച്ചതാ. അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല, കാണിച്ചു തരാൻ സമ്മതിക്കുന്നില്ല. ലാസ്റ്റ് അവരെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല, നിങ്ങൾക്ക് റൂം നമുക്ക് റെഡിയാക്കി തരാം, അല്ലാതെ വണ്ടി ഇവിടുന്ന് സർവീസ് നമുക്ക് തരാൻ പറ്റില്ല. നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോയമ്പത്തൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന്, ഇന്റർനാഷണൽ ആണോ എന്ന് അറിയില്ല, കോയമ്പത്തൂർ എയർപോർട്ടിൽ നിന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് സർവീസ് വെച്ചുള്ളൂ. ആരെയും വീട്ടിൽ കൊണ്ടാക്കാനോ. ടൈം എത്രയെന്ന് അറിയുമ്പോ ഇപ്പൊ ടൈം കണ്ട് 12:52 ആണ്ടായി. 1 മണിയായില്ലേ? ഇതുവരെയായിട്ട് ഫുഡ് വന്നിട്ടില്ല. 8 മണിക്ക് വന്ന ആൾക്കാരുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ചിലർ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. കാരണം 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വീട്ടിലെടുത്ത് ചെന്ന് അവിടുന്ന് ഫുഡ് വലിയ പുറത്ത് കഴിച്ച് എന്തെങ്കിലും ഓർത്തുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ആരും ഫുഡ് കഴിച്ചിട്ടില്ല. ചേട്ടന് വെള്ളം കൂടി കുടിച്ചിട്ടില്ല. ഹാർട്ട് പേഷ്യന്റിന് മെഡിസിൻ കഴിച്ചിട്ടില്ല. ഞാൻ മെഡിസിൻ കഴിച്ചിട്ടില്ല. ഇതെല്ലാം വിഷയമാണിത്. ഒന്നും സമ്മതിക്കണല്ലോ. ഇവര് കൈമലത്തേക്കാണ് ഞങ്ങൾ. ബസ്സില്ലെന്നല്ലേ പറഞ്ഞത്? നിലവിൽ ബസ്സില്ല. ഞാൻ ചോദിച്ചത് സെന്റിൽ എന്ന് പറഞ്ഞ പുള്ളിയുണ്ട് ഇവിടെ, ഇതിന്റെ മെയിൻ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പുള്ളിയാണ് ഇൻചാർജ്. സെന്തിലിനെ ഞാൻ വിളിച്ചപ്പോ പറഞ്ഞു ബസ് നിങ്ങൾക്ക് ഇല്ല, അത് അലോഡ് ചെയ്താൽ തരാൻ പറ്റില്ല. ഇവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടല് അത് നാളെ ഉച്ചയ്ക്ക് ടൈമിൽ, അതായത് 12:30-1 മണി ആ ടൈമിലാണ് നിങ്ങൾക്ക് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഹോട്ടൽ അറേഞ്ച് ചെയ്തു. ഫുഡിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല. ഹോട്ടൽ മാത്രം അറേഞ്ച് ചെയ്ത് തരാന്ന് പറഞ്ഞു. പിന്നെ ഇവിടുന്ന് ഈ എയർപോർട്ടിൽ നിന്ന് ഹോട്ടലിലേക്ക് പോണ എങ്ങനെയാണെന്ന് അറിയില്ല. ട്രാൻസ്പോർട്ടേഷന്റെ ആ കാര്യം പറഞ്ഞിട്ടില്ല. പിന്നെ അത് കൂടാതെ നാളെ ഇവര് ഡിലേ ആവോ, നാളെ അവിടെ ചെന്നാൽ എത്ര മണിക്കാവുന്നൊന്നും അറിയില്ല. പക്ഷെ ഏറ്റവും കൂടുതലും ഹോട്ടലിന്റെ കാര്യത്തിലും കൺഫർമേഷൻ ആയിട്ടില്ലല്ലോ. കറക്റ്റ് ആയിട്ട് കൺഫർമേഷൻ വന്നിട്ടില്ല. ഇവര് എഴുതിയിരിക്കുന്നു അല്ലാതെ. കാരണം ഇപ്പൊ 1 മണിയായി. ഓക്കെ, ഇനി ഹോട്ടലിൽ പോയി താമസിച്ച് തിരിച്ചു വരുമ്പോൾ ഞങ്ങളിപ്പോ ഹോട്ടലിലേക്ക് പോകേണ്ട ആവശ്യം, ഞങ്ങൾ ഇവിടെ കിടന്നപ്പോൾ ആദ്യം ഇവിടെ വന്നപ്പോ നമ്മളോട് പറഞ്ഞത് ട്രാൻസ്പോർട്ടേഷൻ ഇവര് നമുക്ക് റെഡിയാക്കി തരാന്ന്. അതിനുശേഷം ഇവര് കുറെ നേരം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 hour നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം ഇവർക്ക് തന്നെ ഒരു ധാരണയില്ല എന്താ ഈ കസ്റ്റമേഴ്സിന് ചെയ്തു കൊടുക്കേണ്ടതെന്ന്. ഇവർക്ക് ആദ്യം വേണ്ടത് ഇവർക്ക് ഇവിടുന്ന് എക്സിറ്റ് ആയി പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ.
നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവരൊരു മാനേഴ്സ് ആണ് ഇത്ര നേരം നമ്മൾ നിൽക്കുന്നത്. വയസ്സായ ആൾക്കാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അവർക്കുള്ള ഭക്ഷണമെങ്കിലും കൊടുക്കാന്നുള്ളത്. എന്നാ പിന്നെ ഭക്ഷണം വേണ്ട, നമ്മൾ എവിടെയാണോ, നമ്മൾ എയർ ടിക്കറ്റ് ഒരു പ്രൈസിന് എടുത്തിട്ടല്ലേ, ഇവര് പറയുന്ന എമൗണ്ട് കൊടുത്തിട്ടല്ലേ നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ ഇവർക്ക് നമ്മൾ എത്തിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഹാർട്ട് പേഷ്യന്റ് ആണെന്നല്ലേ? അതെ അതെ, മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ 2 ചപ്പാത്തി മാത്രം കഴിച്ചിട്ട് വന്നത്. ഫ്ലൈറ്റിൽ നിന്ന് ഒന്നും ഇരുന്ന് കഴിക്കാൻ പാടില്ലാത്തൊന്നും കഴിച്ചില്ല. ഒരു ഗുളിക കഴിച്ചിട്ടുണ്ട്. രാവിലെ ഗുളിക ആകപ്പാടെ ഒന്നുമല്ലാത്ത ഒരവസ്ഥയാണ്. മൊത്തത്തിൽ ഇപ്പൊ എല്ലാവരും ഇതുവരെയും ഇവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു കൺഫർമേഷൻ ഇല്ല, വണ്ടിയില്ല. റൂം അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനിതുവരെ റൂം ആയിട്ടില്ല. വേറെ ഒരു കാര്യങ്ങളും വണ്ടിയില്ല, ഫുഡില്ല, റൂമില്ല. എന്ത് ചെയ്യും നിൽക്കുന്ന ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും? എനിക്ക് ഹോസ്പിറ്റൽ കേസുണ്ട്, എന്റെ മോളുണ്ട്, ഞങ്ങൾക്ക് നാളെ മറ്റന്നാളെ റിട്ടേൺ പോകേണ്ട ആൾക്കാരാണ്. എന്ത് ചെയ്യും ഞങ്ങള്? പിന്നെ ഇപ്പോഴും ക്യാപ്റ്റന്മാർ അവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, കാരണം അവർക്ക് മിനിമം 15 ദിവസം അവർക്ക് റെസ്റ്റ് എടുത്താൽ മാത്രമേ ഞാൻ അടുത്ത ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞങ്ങൾ പാസഞ്ചർ, അപ്പൊ നമുക്ക് ഇതെന്ന് ഒന്നും അറിയില്ല, ആരും റെസ്പോൺസിബിൾ. ഈവൻ എയർപോർട്ട് ടെർമിനൽ മാനേജർ പോലും വിളിച്ചിട്ട് പോലും ഞങ്ങൾ വന്നിട്ട് ഞങ്ങൾ സംസാരിക്കാനായിട്ട്. ഈവൻ പല ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് അതോറിറ്റീസ് പല BSFന്റെ ആൾക്കാരുണ്ട്, അവർ ആരും വന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ആൻസർ തരുന്നില്ല. ഇതെന്താ പറയുക, ഞങ്ങൾ ഈ ദുബായ് കിടന്ന് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ പന്നികളെ പോലെ ഇവിടെ ട്രീറ്റ് ചെയ്യണം. ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും നമുക്കൊരു എല്ലാ പ്രാവശ്യവും തന്നെയല്ലേ നടക്കുന്നത്. അപ്പോൾ കുറെ നേരം നമ്മൾ സംസാരിക്കും, നമ്മൾ എക്സിറ്റ് ആയിട്ട് പോകും. ഇത് ബഡ്ജറ്ററി എയർലൈൻസ് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ 8:30 പോന്നിട്ട് ഇപ്പൊ സമയം നോക്കി, നിങ്ങൾ 8:30 മോർണിംഗ് 8:30 പോകുന്നതാണ്. ടിക്കറ്റ് ഇതാണ് നമ്മുടെ ഇതൊരു 12:25 എന്ന് പറഞ്ഞ സ്പൈസ് ജെറ്റ് ഉണ്ട്. ഇത് SG07, ഇതാണ് ഫ്ലൈറ്റ് നമ്പർ.